ആ മുസ്താഖ്, എന്താടാ ഉറങ്ങിയില്ലേ? ഉറങ്ങാനാ 12 മണി കഴിയും ഉറങ്ങാൻ. എനിക്ക് ഈ ഹൊറർ മൂവി ഒറ്റക്കാണ് പേടിയാവുന്നില്ലേ? നീ നാളെ വിളിക്കടാ, നമുക്ക് നോക്കാം. എടാ അലി, ഇവിടെ കറണ്ട് പോയിട്ടുണ്ടാ, ഞാനൊന്ന് നോക്കട്ടെ. കാണുന്നില്ലല്ലോ. എടാ നിന്റെ ഈ ഫ്ലാറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടടാ? എടാ ഇവിടെ സംതിങ് എന്തോ പ്രോബ്ലം ഉണ്ടടാ. എടാ ഇത് ജിന്നൗസ് ആടാ, ജിന്നൗസ്. ഇന്നലെ ഞാൻ ഒരു രൂപത്തെ കണ്ടടാ, അതെന്നോട് സംസാരിക്കുകവരെ ചെയ്ത്. മീറ്റിംഗ് നടക്കൂല. അതെന്തേ? ആ കസ്റ്റമർക്ക് ഒരു ആക്സിഡന്റ്. ഓ എങ്കിലും നീ വന്നല്ലോ. എടാ ഇന്നലെ എന്തെല്ലാം ഇവിടെ സംഭവിച്ചെന്നറിയാം. ഞാനിത് പറയുമ്പോ നീ വിശ്വസിക്കൂല. അവിടെ എത്തി. പിന്നെ അലി അവിടെ പോയി. എന്താടാ പേടിച്ചിട്ടുണ്ടല്ലോ? ഒരു രൂപത്തിന് ഞാൻ കാണുന്നു, അതെന്നോട് സംസാരിക്കുന്നു, അതുപോലെ സംഭവിക്കുന്നുണ്ട്. ആള് മൊത്തം ഔട്ട് ഓഫ് റേഞ്ചാ. മറ്റവനെ കാണിച്ചാലോ? അതല്ല പിന്നെ തങ്ങള് ആളൊരു ന്യൂജനം. ന്യൂജന ഒരു യോയോ തങ്ങൾ. ഹലോ. ഹലോ, തങ്ങൾ ഓഫീസല്ലേ? അതെ, തങ്ങളുടെ ഓഫീസാണ്. ഒരു അപ്പോയിന്റ്മെന്റ് വേണ്ടിയിട്ടാണ്. അപ്പോയിന്റ്മെന്റ് ഇന്നില്ലല്ലോ, ഇന്ന് തങ്ങള് ബിസിയാ. 2 ജിന്നുകളെ ആവാഹിച്ചോണ്ടിരിക്കുക. ഒന്ന് നോക്കുപ്പാ, ശരി എമർജൻസിയാണ്. ഒന്ന് തീരുമ്പോഴേക്ക് ക്ഷീണം പിടിക്കും ആള്. പിന്നെ അത് കഴിഞ്ഞ് നോമാ. നോമ്പാ? നോമ്പല്ലടോ, നോമ്, ഉറക്ക്. ഓ ഓ, ഇന്ന് ഒന്ന് ഉച്ച കഴിഞ്ഞ അപ്പോയിന്റ്മെന്റ് കിട്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എത്ര പെർസെന്റേജ് ഉണ്ട്? പെർസെന്റേജാ? ആൾക്ക് നന്നായി ബാധിച്ചിട്ടുണ്ടാ? ഭ്രാന്ത് എത്ര പെർസെന്റേജ് ഉണ്ട്? അതിപ്പോ റീസെന്റ് തുടങ്ങിയതാ. ആ, ഞാനൊന്ന് തങ്ങളോട് സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാം. തങ്ങളെ, പുതിയൊരു ഇരയെ കിട്ടിയിട്ടുണ്ട്. അതെയാ? എന്ന് നോക്ക്. കസ്റ്റമർ അടുത്തെന്ന് പറഞ്ഞു കൊണ്ടുപോവാ, അതവൻ വന്നോളൂ. അല്ലാണ്ട് പിന്നെ വരില്ല, തൂക്കിയെടുത്ത് കൊണ്ടുപോകേണ്ടി വരും. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ? ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. നാളെ കാലത്തല്ലേ? ഓക്കെ ഓക്കെ, ഞങ്ങൾ അന്ന് എത്തിക്കോളാം. ഓക്കെ.
ഇന്നലെ വിളിച്ചാളാ? വാ, കേറി വാ. മുഷ്താഖ് വാ. ഒരു 5 മിനിറ്റ്. തങ്ങൾ ഫൈനൽ കോപ്പിയിങ്ങിലാ. തങ്ങള് അല്ല ഇവിടെ നിന്നാണ്. എടാ നിന്റെ പ്രശ്നം തീർക്കണ്ടേ? അല്ല നീ ഒരു കസ്റ്റമറെ കാണാനെന്നല്ലേ പറഞ്ഞത്? ഇതെന്ത് ഈടാ? എന്റെ മുഷ്താഖ്, നീ ഒന്ന് സഹകരിക്കുന്നതിന്റെ കൂടുതലാണ് നമുക്കൊന്ന് ഒഴിപ്പിക്കണ്ടേ? ഇതെന്റെ തട്ടിപ്പാട. എനിക്കിതിലും വിശ്വാസമൊന്നുമില്ല. നീങ്ങ് വന്നേ. തടയണ്ട, വിശ്വാസമില്ലാത്തവനെല്ലാം പോയിക്കോട്ടെ. വിശ്വാസം കാണൂല. ബാധ മാറിക്കഴിഞ്ഞാ താനെ വിശ്വാസം വന്നോളും. ഏതാടി തണ്ടി? മൈൻഡ് യുവർ വേർഡ്സ്. സോറി. സാറില്ല, ഇത് അവനെ കൊണ്ട് മറ്റവൻ പറയിപ്പിക്കുന്നതാ. എന്താ എന്റെ പേര്? മുഷ്താഖ്. നിങ്ങളതല്ല, ഇയാളെ. അതന്നെ മുഷ്താഖ്. ഇവന്റെ കൂടെ ആരോ ഉണ്ടെന്നൊരു തോന്നല്. അതിനോട് സംസാരിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു കേസ് മുന്നേ വന്നിട്ടുണ്ടല്ലേ? നമ്മുടെ അറേബ്യൻ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ജിംബ്രൂട്ടാൻ. അതന്നെ. ഇതൊന്ന് കഴിച്ചേ. ഒന്ന് കഴിക്കപ്പാ. ഒന്ന് കഴിക്കടാ, രോഗം മാറല്ലേ? കഴിക്കടാ. ഇപ്പൊ കണ്ട മാറ്റം. എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടാ? അതിന് ഇതിനു മുന്നേ ഞാൻ കഴിച്ചിനാ ഇത്. എന്നല്ലേ മനസ്സിലായാലും വ്യത്യാസം ഉണ്ടോ? ഇത് കൂടിനാണ്. അതേ തങ്ങളെ. അതന്നെ. കുഴപ്പമില്ല, പേടിക്കണ്ട. എല്ലാത്തിനും എന്റെ കയ്യിൽ മരുന്നുണ്ട്. ഇവനെ ഒന്ന് സ്കാൻ ചെയ്യണം. സ്കാനിങ് എന്ന് പറഞ്ഞ എന്നാലേ ഇവന്റെ അകത്തു ബാധിച്ചിരിക്കുന്ന ബാധയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് അതിനെ നമ്മ USB ട്രാൻസ്ഫർ ചെയ്യും. USB? അതെ. പിന്നെ USB വേറെ എവിടെയും യൂസ് ചെയ്യരുത്. പിന്നെ ആ സിസ്റ്റം തന്നെ അടിച്ചു പോകും. ക്യാഷ് ചെലവുണ്ട്. ഇവിടെ ഇത് തട്ടിപ്പാട. പൈസ മാട്ടാനുള്ള പരിപാടിയാ. ഞാനൊന്നും ഇല്ലേ. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇങ്ങോട്ട് പോടാ. എടാ മുഷ്താഖ്. എടാ നീ ഇങ്ങനെ ഡെസ്പാവല്ലേ? ഞാനെങ്ങനെ ഡെസ്പാവുണ്ട്? നിനക്ക് എന്റെ അവസ്ഥ അറിയുന്നല്ലേ? നീ ആയിട്ട് ഉണ്ടാക്കുന്ന അവസ്ഥ. അല്ല നീ വണ്ടി പതുക്കെ എടുക്കേ. എടാ നമ്മളെ വണ്ടീന്റെ മുന്നിൽ ഒരാള് വരുന്നു. എവിടെ? എടാ നീ വണ്ടി സ്ലോ ആക്കേ. എടാ ആളിന്റെ വണ്ടിന്റെ മുന്നിലെത്തി. എവിടെ? വണ്ടിന്റെ മുന്നിലെത്തി. നോക്ക്, അവരിപ്പോ ബാക്കിൽ. എനിക്കൊന്നും കാണുന്നില്ല. എടാ അവിടെ ആരും ഇല്ല. നിനക്ക് തോന്നുന്നതാണ്. എടാ എന്തെല്ലോ ചിന്തിച്ചു കൂട്ടിട്ട് നിനക്ക് വട്ടായ. നാളെ ഒരാളെ കൂടി കാണാം. ഇതുപോലെ തങ്ങളെടുത്താൻ പറ്റാന്നോ? തങ്ങളൊന്നല്ല, സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റാ? ഡോക്ടർ ഡിക്രൂസ സാം. നമസ്തേ, വരൂ, ഇരിക്കൂ. രണ്ടുപേരും ഒരു ഊരിലുണ്ടല്ലോ. പറയൂ, എന്താ നിങ്ങൾ നേരിടുന്ന മാനസിക പ്രശ്നം?
ഡോക്ടർ, ഇവൻ മാനസികമായി ആകെ തളർന്നിരിക്കുകയാണ്. ഡോക്ടർ, കുറച്ച് ദിവസമായി ഇവനൊരു രൂപത്തെ കാണുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്ത് സംസാരിച്ചു? ജിന്നു പറഞ്ഞ പ്രൊഡിക്ഷൻസ് എല്ലാം കറക്റ്റാ. ഞങ്ങളൊരു കസ്റ്റമർക്ക് ആക്സിഡന്റ് പറ്റുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചു. അതിനുശേഷം എന്റെ ബ്രദറിന് ഒരു ആക്സിഡന്റ് പറ്റുമെന്ന് പറഞ്ഞു, അതും സംഭവിച്ചു. ഓഹോ, എന്നാ ജിന്നിനോട് ചോദിക്ക് ഈ കൊറോണ എപ്പോ തീരുമെന്ന്. ചിരിക്കണ്ട. പേടിക്കണ്ട, ഈ ഡിക്രൂസ് എല്ലാം ശരിയാക്കി തരാം. ഇതിനെ നമ്മുടെ സൈക്യാട്രിക് ഭാഷയിൽ പറഞ്ഞ FOP. ഈ അവസ്ഥയെ വികാരത്തിന്റെ സാന്നിധ്യം, ഫീലിംഗ് ഓഫ് പ്രസൻസ് എന്ന് വിളിക്കും. ശരീരത്തിന്റെ പുറത്തുള്ള അനുഭവങ്ങൾ പോലുള്ള മറ്റ് ശാരീരിക വിഭ്രാന്തികളിൽ നിന്നും വ്യത്യസ്തമായി അതിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ പുറത്താണെന്ന് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോപ്പിൾ ഗാങ്ങർ എഫക്റ്റ് നിങ്ങളുടെ ഇരട്ടയുമായി സംവദിക്കുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല. മനുഷ്യനെ മനസ്സിലാകുന്ന ഭാഷയിലാറ്റം പറ. മനസ്സിലാക്കി തരാം. ലൂസാനിലെ സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ന്യൂറോളജിസ്റ്റ് ഒലാഫ് ബ്ലാങ്ക് പറയുന്നു, ഒലഫ് ബ്ലാങ്ക് അങ്ങനെ പലതും പറഞ്ഞോട്ടെ, ഡോക്ടർ ഇതിന് പരിഹാരമുണ്ടെങ്കിൽ അത് പറ. എത്ര ദിവസം ഞാൻ മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ടെന്നറിയും. ഒരുപാട് ദിവസം ഞാൻ സ്മൂത്തായിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട്. ഇത് കൂടുതൽ നിഗൂഢമാണ്. എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, പക്ഷെ നിങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഡോക്ടർ ഇവനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സി മിസ്റ്റർ മുഷ്താഖ്, ബൈപോളാർ ഡിസോർഡർ ആണിത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? ഡോക്ടർ, താളം തെറ്റി ജീവിതമാണ് ഇവൻ്റെത്. രാത്രി വൈകുവോളം മൂവീസ്, ഗെയിംസ്, അതും ഹൊറർ മൂവീസ്, പിന്നെ സോഷ്യൽ മീഡിയ. ഇത് കാരണം അവൻ്റെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഇപ്പം അത്യാവശ്യം വിളിക്കുന്നത് എന്നെ മാത്രമാണ്. മനുഷ്യ മനസ്സിനേക്കാൾ സങ്കീർണമായ മറ്റൊന്നും തന്നെ ഈ ലോകത്തില്ല എന്ന് വേണം പറയാൻ. നമ്മുടെ ലൈഫിനൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാം വേണം, അത്യാവശ്യം. അതിരുവിട്ട എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ. അതാ അലി, അതാടാ അവിടെ നോക്ക്. ഇപ്പൊ അങ്ങോട്ട് നീ ഇതാ അങ്ങോട്ട് നോക്ക്. അതാ ഞാൻ പറഞ്ഞ രൂപതാ, നീ അങ്ങോട്ട് നോക്ക്. അതാ ഞാൻ പറഞ്ഞ രൂപതാ, ആ രൂപത ഇങ്ങോട്ട് നീങ്ങുന്നു. നോക്കടാ. ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണ്ടി വരും. തൽക്കാലം കുറച്ച് മെഡിസിൻസ് ഞാൻ കൊടുക്കാം. കൂടുതൽ വഷളാവെങ്കിൽ ഒരു ഷോക്ക് കൊടുക്കാം. ഷോക്ക് തന്നെത്താനങ്ങ് കൊടുത്താ മതി. വട്ടം എനിക്കല്ല, തനിക്കാ. നീ വന്നേ ഇങ്ങോട്ട്. ഈ വട്ടന്റെ അടുത്ത് നീ എനിക്ക് കൊണ്ടുവന്നേ. നീ വന്നേ, വാ പോവാ. റിലാക്സ് മാൻ, റിലാക്സ്. പോയോ? സൈക്കോട്ടിക് ഡിസോർഡർ. നെക്സ്റ്റ് പേഷ്യന്റ് പ്ലീസ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ലീവ് എടുത്തിരിക്കാൻ മാത്രം എനിക്കെന്ത് പറ്റി? ജിന്ന ശൈത്താനാ? എന്താ നിന്റെ ഉള്ളിൽ കൂടിയേ? ഓ, ജിന്നിപ്പോ വൈറലായ? ഞാനെല്ലാം അറിഞ്ഞു. അലിയെ കണ്ടിട്ടാ വരുന്നത്.
നാളെ സമാധാനം തന്നെ പോയി. നിന്റെ പ്രശ്നം നീ തന്നെയാണ്. ഒറ്റക്കുള്ള നിന്റെ ചിട്ടയില്ലാത്ത ജീവിതം, പിന്നെ എല്ലാ ദിവസവും ഹൊറർ മൂവി. പിന്നെ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ആവാതിരിക്കുക? ഇതൊക്കെ മരുന്നിനും മന്ത്രത്തിനും മാറ്റാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. സ്വന്തത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങുക. കൂടെ ആത്മീയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ ഒരു തങ്ങളും വേണ്ട, ഡോക്ടറും വേണ്ട. നീനൊക്കെ ഫിലോസഫി ബോറടിക്കുന്നുണ്ടാവല്ലേ? ഓക്കെ, ഞാൻ ഇറങ്ങാം. ഓഫീസിലേക്കെല്ലാം ഇറങ്ങുക. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഞാൻ സ്വയം ഒന്ന് മാറേണ്ടിയിരിക്കുന്നു.